നമസ്കാരം പ്രിയമുള്ളവരെ. ഈ അടുത്ത കാലത്ത് അധികാരത്തിലെത്തിയിട്ടുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ 5 വർഷം തികച്ചു ഭരിച്ചത് 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിക്ക് മാത്രമാണ്. അതിനു മുമ്പ് 2001 അധികാരത്തിൽ വന്ന എ.കെ. ആന്റണിക്ക് 2004 ലോക്സഭാ ഇലക്ഷന്റെ പരാജയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. അതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന് ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ഫലമായിട്ട് രാജിവെക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ 2026 കോൺഗ്രസും UDFും വലിയ ഭൂരിപക്ഷം 102 സീറ്റിലധികം നേടി വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോഴും കോൺഗ്രസിൽ രൂപപ്പെട്ടു വരുവാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും വഴക്കുകളുടെയും ഒക്കെ ഭാഗമായിട്ട് വി ഡി സതീശൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കുമോ എന്നതിനെ ചൊല്ലി ചർച്ചയുണ്ടായിരുന്നു. മാധ്യമങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്തു. പ്രത്യേകിച്ചും KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ഗ്രൂപ്പുകൾ സജീവമായി നിലനിൽക്കുന്ന സമയത്ത് വി ഡി സതീശന് MLA-മാരുടെ ഇടയിൽ അത്രത്തോളം സ്വാധീനമില്ലാത്ത സമയത്ത് വി ഡി സതീശന് എത്ര കാലം അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദവുമായി തുടർന്നു പോകുവാൻ കഴിയുമെന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ഇടത്തൊന്നുമല്ല വി ഡി സതീശന് എതിർപ്പുകൾ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് അദ്ദേഹത്തെ പിന്തുണച്ച VM സുധീരനിൽ നിന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനും ഗവൺമെൻറ്റിനുമെതിരായിട്ടുള്ള ആദ്യ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നയങ്ങളെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ നയങ്ങളെ വിമർശിക്കുവാൻ ആ പാർട്ടിയിൽ നേതാക്കന്മാർക്കും MLA-മാർക്കും ഒക്കെ അധികാരമുണ്ട്. മിക്കപ്പോഴും അത് ഒരു പരിധി കഴിഞ്ഞ് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഇടയിൽ വലിയ ചർച്ചയാകുമ്പോൾ ആ പാർട്ടിക്ക് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകാറുമുണ്ട്. CPM-നെ പോലെ ഒരു ഇരുമ്പ് മറയുള്ള പാർട്ടിയല്ല ഇത്. കുറച്ചുകൂടി ജനാധിപത്യ അധികാരമുള്ള പാർട്ടിയാണെന്നതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഉൾക്കൊള്ളുവാൻ കോൺഗ്രസ് ശ്രമിക്കാറുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ VM സുധീരൻ എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹം പഴയതുപോലെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തോട് ഇഷ്ടമുണ്ടായിരുന്ന പഴയ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ വിമർശനങ്ങൾ കാണുമ്പോൾ അല്പം നീരസം അദ്ദേഹത്തോട് തോന്നുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നെപ്പോലെ തന്നെ ഒട്ടനവധി ആളുകളുണ്ട്. കാരണം VM സുധീരൻ എന്ന് പറയുന്ന വ്യക്തിത്വം മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു ഇമേജ് മാത്രം കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 2016 നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെതായ ചില പരാമർശങ്ങൾ ഒന്നുമില്ലാതിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമായിരുന്നു. അദ്ദേഹം അന്ന് ചില വിവാദങ്ങൾ KPCC പ്രസിഡന്റ് ആകുമ്പോൾ ഉയർത്തിവിട്ടു. അദ്ദേഹം കുറച്ചധികം ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നതിന് എതിർത്തു. പ്രത്യേകിച്ചും K ബാബു അങ്ങനെയുള്ള കുറേ നേതാക്കന്മാരെ ആ ഇലക്ഷൻ സമയത്ത് സീറ്റ് കൊടുക്കുന്നതിന് അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം എതിർത്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് K ബാബു തൃപ്പൂണിത്തറയിൽ പരാജയപ്പെടുന്ന ഒരു സംഭവവികാസമുണ്ടായി. അടൂർ പ്രകാശിന് സീറ്റ് കൊടുക്കുന്നതിനും അദ്ദേഹം എതിർത്തിരുന്നു. അതോടുകൂടി ഉമ്മൻചാണ്ടി അടൂർ പ്രകാശിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ താനും മത്സരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ വിജയസാധ്യത ഈ വി ഡി സതീശൻ്റെ ഇപ്പോഴത്തെ ഒരു വിമർശനം VM സുധീരൻ ഉന്നയിക്കുന്നത് പോലെ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച ചില വിമർശനങ്ങളുടെ ഫലമായിട്ട് പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും ഒക്കെ രൂപപ്പെടുകയും അടൂർ പ്രകാശിന് സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്ന VM സുധീരൻ പോവുകയും അങ്ങനെ ഉമ്മൻചാണ്ടിയും തൻ്റെ മന്ത്രിസഭയിൽ അംഗമല്ലാത്ത ഒരാൾക്ക് സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ താനും സീറ്റ് മത്സരിക്കുന്നില്ല എന്ന ഒരു തീരുമാനമെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയ വിവാദങ്ങളായിരുന്നു. അടൂർ പ്രകാശ് തന്നെ താനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് പോയി. അവസാനം അദ്ദേഹത്തിന് സീറ്റിൽ ലഭിച്ചു. അദ്ദേഹം മാത്രമാണ് VM സുധീരൻ അന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിൽ വിജയിച്ച ഒരാൾ. K ബാബു ഒക്കെ തൃപ്പൂണിത്തുറയിൽ നിന്ന് പരാജയപ്പെട്ടു എന്നതും നമ്മൾ അന്നൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ VM സുധീരൻ എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അദ്ദേഹം സ്വന്തം വ്യക്തിത്വം അല്ലെങ്കിൽ സ്വന്തം ആദർശ ധീരത അതിങ്ങനെ ജനങ്ങളെ മുന്നിൽ എക്സ്പോസ് ചെയ്യുവാൻ മാത്രമാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. പാർട്ടി എങ്ങനെ പ്രതിരോധത്തിലാക്കുവാൻ കഴിയുമോ ആ രീതിയിലൊക്കെ അദ്ദേഹം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മിക്കപ്പോഴും ഇത്തരം പരാമർശങ്ങളും വിവാദപരമായ പ്രസ്താവനകളും ഒക്കെ നടത്തി എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യമായി അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഈ അവസരത്തിൽ പോലും ഗവൺമെൻറ് വളരെ ക്രിയാത്മകമായ ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് പ്രിയദർശിനി ബസ്സുകളിൽ സൗജന്യ യാത്ര, ലഹരിക്കെതിരെ വലിയ
വേട്ടയാണ് നടക്കുന്നത്. നേരത്തെയുള്ള സർക്കാർ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഏകദേശം നിഷ്ക്രിയമായിരുന്നു എന്ന് തന്നെയാണ് പറയാം. പ്രത്യേകിച്ചും ഗുണ്ടകളുടെയും അതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെയും ഒക്കെ ഇടപെടൽ, അവർ വഴിയുള്ള വ്യാപകമായ മയക്കുമരുന്ന് വ്യാപനം, സ്കൂളുകളുടെയോ കോളേജുകളുടെയോ ഒക്കെ മുന്നിലൂടെ നടന്നു പോയാൽ മിക്കപ്പോഴും അവിടെയൊക്കെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ സിറിഞ്ചുകളുടെ ഒക്കെ ഒരു കൂമ്പാരം തന്നെ കാണുമായിരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല അധികാരമേറ്റതിനു ശേഷം വളരെ ക്രിയാത്മകമായ തൂഫാൻ പോലെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. മയക്കുമരുന്ന് മാഫിയയും മദ്യമാഫിയയും ഒക്കെ പിടിക്കുന്നുണ്ട്. അനധികൃതമായ മരുന്നുകൾ അഥവാ ഈ കഴിയുന്ന പരിധിക്കപ്പുറമുള്ള പുകയില ഉത്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകളെ പോലും പിടിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ഇടപെടുന്നുണ്ട്. ജനങ്ങൾ പൊതുവെ ആഭ്യന്തര വകുപ്പിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പുകഴ്ത്താതെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് VM സുധീരൻ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഒന്നും ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നിനെതിരെ നടത്തുന്ന ഈ വേട്ടകളെയും അതിനെതിരെ നടത്തുന്ന നടപടികളെയും ഒന്നും പ്രകീർത്തിക്കാതെ അദ്ദേഹം ഈ മദ്യത്തിനെതിരെ നികുതി ഏർപ്പെടുത്തതിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വിമർശിക്കുന്നത് അത് അല്പം കടന്നു കൈ ആയിപ്പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിധത്തിൽ. അദ്ദേഹം UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അദ്ദേഹം LDF ഗവൺമെൻറ്റിൻ്റെ ഒരു നയങ്ങളെയും വിമർശിക്കുന്നതായി കണ്ടിട്ടില്ല. മദ്യം അന്ന് ഒരുപാട് ബാറുകൾ അനുവദിച്ചു സംസ്ഥാന വ്യാപകമായി. അതുപോലെ മയക്കുമരുന്നിൻ്റെ ഒരു വ്യാപനം അത് അനിയന്ത്രിതമായിരുന്നു എന്ന് തന്നെ പറയാം. മയക്കുമരുന്ന് കച്ചവടക്കാർ അവർ ഉയർത്തിവിടുത്തുന്ന ഭീഷണികൾ, മിക്കപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിച്ച് ആളുകൾ ചെയ്ത ക്രൂരകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ, ഡോക്ടർമാരെ പോലും മയക്കുമരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കാൻ കൊണ്ടുവന്നപ്പോൾ കുത്തിക്കൊലപ്പെടുത്തുന്ന സമ്പ്രദായങ്ങൾ, പോലീസിനെതിരുള്ള ആക്രമണം, സ്ത്രീകൾക്കെതിരുള്ള ആക്രമണം, അമ്മമാർക്കെതിരുള്ള ആക്രമണം, അങ്ങനെ നിരവധി സംഭവങ്ങൾ മദ്യവ്യാപനവും അല്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപനവും ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായപ്പോൾ VM സുധീരൻ അതിനൊന്നും പ്രതികരിക്കുന്നതായി കണ്ടില്ല. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കൃത്യമായി തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് വിമർശിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. നല്ലതാണ്. കോൺഗ്രസിനെ പോലുള്ള ജനാധിപത്യ പാർട്ടിക്ക് ഉൾപാർട്ടി ജനാധിപത്യം അംഗീകരിക്കുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ തിരുത്തലുകൾ വരുത്തുവാൻ ഇത്തരം ആരോപണങ്ങൾ ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭയുടെ സമയത്ത് LDF മന്ത്രിസഭയുടെ സമയത്ത് നിഷ്ക്രിയനായിരുന്ന അല്ലെങ്കിൽ അന്ന് വിമർശനങ്ങളൊന്നും ഉന്നയിക്കാത്ത ഒരാൾ ഈ സമയത്ത് തൻ്റെ ഇമേജിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് താൻ ഈ പാർട്ടിയെ നേരായ വഴിക്ക് നയിക്കുന്ന ആളാണ്, താനില്ലെങ്കിൽ ഈ പാർട്ടിയിൽ എല്ലാവരും തെറ്റ് ചെയ്യും, എല്ലാവരും അഴിമതിക്കാരാവും, എല്ലാവരും നാട്ടിൽ മദ്യം മയക്കുമരുന്ന് വിളമ്പുന്ന ആളുകളാകും എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഇത്തരം ശ്രമങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. VM സുധീരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് പലപ്പോഴും എനിക്കൊരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുന്ന സമയത്ത് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള ഇടപെടലുകൾ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്നതാണ് ഒരു കോൺഗ്രസ് വിശ്വാസി എന്ന രീതിയിൽ എൻ്റെ വിശകലനം. നിങ്ങളുടെ വിശകലനങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തൽക്കാലം ഈ വീഡിയോ അങ്ങനെയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.